സർക്കാരിന് കീഴിൽ വരുന്ന ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ 2023-24 വർഷങ്ങളിലെ സംസ്ഥാന ഫോട്ടോഗ്രാഫി അവാർഡിന് നവംബർ 20, 2025 വരെ പൊതുജനങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 2 വർഷങ്ങളിലെയും സെപ്പറേറ്റ് ആയിട്ടാണ് വിഷയങ്ങൾ വരുന്നത്. 2023 ശുചിത്വം എന്ന വിഷയവും 2024 അതിജീവനം എന്ന വിഷയവുമാണ്. അപ്പം കേരളം പശ്ചാത്തലമാക്കിയുള്ള ഫോട്ടോഗ്രാഫുകൾക്കാണ് മുൻഗണന വരിക. ഒന്നാം സമ്മാനമായിട്ട് ലഭിക്കുക 50,000 രൂപയും, രണ്ടാം സമ്മാനമായി 30,000 രൂപയും, മൂന്നാം സമ്മാനമായി 25,000 രൂപ വെച്ചും ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഒപ്പം സാക്ഷ്യപത്രവും പിന്നെ ശില്പവും നൽകുന്നതായിരിക്കും. പ്രോത്സാഹന സമ്മാനമായി 10 പേർക്ക് 2,500 രൂപ വെച്ചിട്ടും പിന്നെ സാക്ഷ്യപത്രവും ലഭിക്കും. ഒരു വിഭാഗത്തിൽ 3 എൻട്രികൾ വരെ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അതായത് 2023 വിഷയമായ ശുചിത്വത്തിൽ 3 എൻട്രികൾ, അതുപോലെ 2024 അതിജീവനം എന്ന ആ ഒരു ടോപ്പിക്കിൽ 3 എൻട്രികൾ കൊടുക്കാവുന്നതാണ്. ഇനി വരുന്ന നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഫോട്ടോകളിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള അതിവിദഗ്ധ എഡിറ്റിംഗ് അനുവദനീയമല്ല. അപ്പോൾ എഡിറ്റിംഗ് ഒന്നും പാടില്ലെന്ന് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തേത് കൃത്രിമമായി നിർമ്മിച്ച ഫോട്ടോകൾ എൻട്രിയായി സ്വീകരിക്കില്ല. AI ജനറേറ്റഡ് ഫോട്ടോസൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. മൂന്നാമത്തത് ഓരോ ഫോട്ടോയ്ക്കും അനുയോജ്യമായ തലക്കെട്ടും ഫോട്ടോ എടുത്ത സ്ഥലവും സാഹചര്യവും നൽകണം. നാലാമത്തേത് സർക്കാർ വകുപ്പുകളിലും സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ഫോട്ടോഗ്രാഫർമാർക്കും പത്ര ഫോട്ടോഗ്രാഫർമാർക്കും മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് എക്സ്ക്ലൂഷനാണ്, അത് ശ്രദ്ധിക്കണം. ഇനി എൻട്രികളായി ലഭിക്കുന്ന ഫോട്ടോകൾ വകുപ്പിൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡിസ്ക്ലൈമർ കൂടി അവർ പറയുന്നുണ്ട്. ഇനി 2 സെപ്പറേറ്റ് ഗൂഗിൾ ഫോമുകളിലൂടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 2023 ആ ശുചിത്വം എന്ന വിഷയം വരുന്നതിന് ഒരു ഗൂഗിൾ ഫോമും, ഇനി 2024 അതിജീവനം എന്ന വിഷയത്തിന് മറ്റൊരു ഗൂഗിൾ ഫോമുമായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പം ഈ 2 ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.